പീരോമതേ, ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്രയും കള്ളന്മാരേ ഉള്ളോ? ഇനി ഗോൾഡ് ഗോപാലുണ്ട് സാർ. വഴിയൊരുക്കടാ. ഹെൽമെറ്റിന്റെ വില ചോദിച്ചിട്ട് അവനടുത്ത് പറഞ്ഞാൽ പോയി ഹെൽമെറ്റ് എടുത്തോണ്ട് ഷൂടെ സ്കെച്ച് ഇട്ട് വെച്ചാൽ, പക്ഷെ അവൻ ഹെൽമെറ്റ് എടുത്ത് വരാത്തോണ്ട് സ്കൂളിലൂടെ പരിപാടി നടന്നില്ല. നീ ഏത് കോത്താരത്തെ കള്ളനാടാ? അല്ല, അടുത്ത പ്രാവശ്യം സോറി ഇല്ല, തമാശ അധികം വേണ്ട. ഇവിടെ അല്ല, ഈ ഏരിയയിലല്ല, വേറെ ഏരിയ. നമ്മുടെ ഏരിയയിൽ ഇനി നടത്തുന്നില്ല, നമ്മൾ വേറെ ഏരിയയിൽ. എന്ത് പറയുന്നു? തൊഴിലിനോട് ആത്മാർത്ഥതയുള്ളവർ ഇങ്ങനെ. ഈ തൊഴിലെന്ന് പറഞ്ഞാലുണ്ടല്ല, അത് എനിക്കൊരു ഒരു ഹരമാണ്. കട മൊത്തം ഞാൻ കാലിയാക്കിയാണ്. കട മൊത്തം ഞാൻ കാലിയാക്കിയാണ്. ഞാനാണ് മോട്ടിച്ചെന്ന് ദേവേന്ദ്രൻ പോലും കണ്ടുപിടിക്കില്ല. പൈസ ഇതിന്റെ അകത്ത് മേശയുടെ താക്കോല് കിടന്നു. ഇത് തുറന്നിട്ട് ഇനി പൈസ എടുത്തു. ഇതിന്റെ അടിയിൽ അതിന്റെ അടിയിൽ കീറിയ നോട്ടം കണ്ടാന്ന് തോന്നുന്നു. പിന്നെ കള്ളനാണെങ്കിലും സാറിന് ഇല്ലാത്ത ഒന്ന് എനിക്കുണ്ട്. എന്താടാ? അഭിമാനം. പൈസയൊക്കെ ഇതിന്റെ അകത്ത് കവർ ഇവിടുന്ന് ഈ ഒരു ഏതോ ഒരു മേശ എന്നെങ്ങാണ്ട് കിട്ടിയതാ. എടുത്ത് തുറന്നെടുത്ത് അല്ല, ക്യാമറ തോണ്ടല്ല അവിടെ കേട്ടാ. ഇവിടെ എടുത്താ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഒരു ജീൻസും എടുത്തില്ല. നിങ്ങൾ വീട്ടിൽ നമ്മ നോക്കിക്കൂടായിരുന്നോ? നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ സാർ? വേണ്ട വേണ്ട, എന്തിന്? അതിന്റെ ആവശ്യമില്ല. പക്ഷെ മാധവൻ കട്ടൊന്നും ഈ ചേക്കൂട്ട് പുറത്തു പോയിട്ടില്ല. വീട്ടിൽ നമ്മ നോക്കിക്കൂടായിരുന്നോ? നാക്കിന് 4 മുഴ നീളം. അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു, ഞാൻ എന്ത് ചെയ്യായിരുന്നു? എന്നിട്ട് ഇവിടെ ക്ലാസ് ആയതുകൊണ്ട് പൊക്കി തുറന്ന്, എന്നിട്ട് ക്ലാസ് ആയതുകൊണ്ട് തുറക്കാൻ പറ്റും. ഞാൻ ഒരു കല്ലെടുത്ത് ഇടിച്ചു പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് ബെൽറ്റും പോലീസ് ഓഫീസർ. റിയലി നിങ്ങൾ ഇത്രയ്ക്ക് ധീരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നെ ഇങ്ങനെ പുകഴ്ത്തരുത് സാർ, ഞാൻ പാവം ധീരൻ. അതും ഇതും എല്ലാം എടുത്ത് ഞാൻ സ്ഥലം കാലിയാക്കി. ഒരു ഓട്ടോയും വിളിച്ച് പറ്റിപ്പോയി സാർ.